ആകാശം മിന്നിത്തന്നുന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മലരായി. ഈ മൂന്ന് പേരെയും നിങ്ങൾക്ക് കണ്ട് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് പോയിട്ടുണ്ട്. എത്ര വ്യൂ പോയായിരുന്നു ഏകദേശം? 2 മില്യന്റെ അടുത്തെത്തിയിരുന്നു സോങ്ങിന്. ഡിലീറ്റ് ആക്കേണ്ടി ഇത് ഇട്ടിട്ട് ഫസ്റ്റ് നെഗറ്റീവ്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഡിലീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തില്ല? ഇല്ല, നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇത്രയും കമന്റും വ്യൂസും കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങളതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. വിക്കിതകിന്റെ വീഡിയോയിൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രം. കൊറേ ഓൾഡ് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു ഇതിന്. 10ാം ക്ലാസ്സിൽ പഠിച്ചതിൽ വരെ മെസ്സേജ് അയച്ചിരുന്നു. അതായിരുന്നു നമ്മുടെ ഗുണം. പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ കിട്ടിയെന്ന്. നിങ്ങൾ എത്ര വട്ടം വീഡിയോ കണ്ടിട്ടുണ്ടാവും? ഡെയിലി ഒരു 10 വട്ടേ ഉള്ളൂ. ഞാൻ മിനിമം 100 കണ്ടിട്ടുണ്ടാവും ഒരു വട്ടം. കേട്ട് ഞമ്മക്ക് തന്നെ പിരാന്ത് വീഡിയോ എന്തിനാണ് ഡിലീറ്റ് ആക്കിയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കും എന്തിനാ വീഡിയോ ഡിലീറ്റ് ആക്കിയത് നിങ്ങൾ? റഫ്സാനൊക്കെയാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് വന്നത്. ഈ ഒരു ജനറേഷനിൽ ഒരു പാട്ടൊക്കെ പാടി ഇട്ടതിൻ്റെ പുറത്ത് ഇത്രയും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കനിവെടെ വിധമതും അതിശയമതിലൊരു പുരയനം വെളുത്ത മുക്തതിനാൽ. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. 4 പേര് ചേർന്നിട്ട് ഒരു മ്യൂസിക് കവർ ചെയ്യുന്നു. മലയാളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എടുത്തിട്ട് കോർത്തിണക്കി ഒരു പാട്ട് അവരുടെ രീതിയിൽ സെറ്റ് ചെയ്ത് പാടുന്നു. അത് നമുക്ക് പുതിയൊരു കാര്യമൊന്നുമല്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഇല്ലെങ്കിൽ അവർ പാടുന്ന രീതിയോ അവർ കണക്ട് ചെയ്ത രീതിയോ ഇല്ലെങ്കിൽ അവരുടെ സൗണ്ടോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാർ അതിനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ നാളായിട്ട് കാണുന്നതാണ്. പക്ഷെ എങ്കിലും ഈ ഒരു 4 പേർക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്ത 4 പേരാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. അതിനകത്ത് ഒരാൾ മാത്രം എത്തിയിട്ടില്ലല്ലേ? വിഷമം കൊണ്ടാണോ വരാഞ്ഞത്? ആൾക്കാരെ ഫേസ് ചെയ്യാൻ, മീഡിയ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒരാൾ മാത്രം വരാഞ്ഞത്. പേര് ഞാൻ പഠിച്ചു വെച്ചായിരുന്നെങ്കിലും ഞാൻ മറന്നു പോകുന്നുണ്ട്. ഫവാസ്, ഷംനാസ്, സഞ്ജിത്ത്. ഓക്കെ, ഈ 3 പേരെയും നിങ്ങൾക്ക് കണ്ട് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് പോയിട്ടുണ്ട്. എത്ര വ്യൂ പോയായിരുന്നു ഏകദേശം? 2 മില്യന്റെ അടുത്തെത്തിയിരുന്നു. 2 മില്യൺ വ്യൂ സോങ്ങിന് ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് അതിനൊരു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയ്ക്കും 2 മില്യൺ ആയി തോന്നുന്നു. 2 മില്യൺ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിന് മുന്നത്തെ ഏതെങ്കിലും വീഡിയോക്ക് ഇത്ര റീച്ച് ഉണ്ടായിട്ടുണ്ടോ? ചെയ്യാറില്ല. ഇത് ആദ്യമായിട്ട് ചെയ്താണ്. ഓക്കെ, ഫവാസ് ആദ്യമായിട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഏതാന്നുള്ളത് കാണുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി കാണും. അപ്പോൾ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പാടാവോ? എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കത്തില്ലേ നല്ലത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ആകാശം മിന്നിത്തന്നുന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മലരായി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളിൽ അവരൊരുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാനായി അവരിരുപ്പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ കാട്ടു ചമ്പകം പൂത്തോട്ടെ, നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള കണ്ണി പെണ്ണാണേ, കാത്തു കിട്ടിയ മുത്താണേ, തേടി കിട്ടിയ പൊന്നാണേ. ഓക്കെ, സംഭവം കിട്ടി, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ പ്ലാൻ എങ്ങനെയാണ് വന്നത്? ഈ നമുക്കൊരു പാട്ട് ചെയ്യാം, നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല, ഫവാസ് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എങ്ങനെയാണ് വന്നേ? ഇടയ്ക്ക് ഓരോ സോങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെയ്ത ഈ സോങ് പിന്നെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് വന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു ചെയ്യല്ലേന്ന് വെച്ചു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. അല്ല, ഫവാസ് അതിന് മുന്നേ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഓക്കെ, ഒരു ട്രൈ നടത്താമെന്ന് തോന്നാൻ കാര്യം എന്താ? അല്ല, ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വെറുതെ പാട്ട് പാടും എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പം പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് വെച്ച് അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ 3 പേരും പാട്ട് പഠിച്ചിട്ടില്ല? ഉണ്ടോ?
അവൻ കുറച്ചൊക്കെ കുറച്ച് പോയി പിന്നെ നിർത്തി. ശരിക്കും ഒഫീഷ്യലി നിങ്ങൾ 3 പേരും ഇപ്പോൾ പാട്ട് പഠിക്കോ ഇല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടുള്ള ഒന്നുമല്ല, നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ആക്ച്വലി സഞ്ജിത്തിന് പക്ഷെ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് ആണെന്ന് തോന്നുന്നല്ലേ വന്നത്. സഞ്ജിത്തിന് വലിയ പ്രശ്നം ഉണ്ടായില്ല. 3ാമത് പാടുന്ന ആൾക്ക് അത്യാവശ്യം നല്ല പോസിറ്റീവ്സ് ആണ് വന്നത്. അതും സഞ്ജിത്ത് ഹാപ്പി ആയിരുന്നോ? അങ്ങനെ ഹാപ്പി അല്ല, ഇവർക്ക് നെഗറ്റിവിറ്റി അല്ലേ, അപ്പോൾ എനിക്ക് മാത്രം കിട്ടുമ്പോൾ അതിനകത്ത് എന്ത് സന്തോഷമല്ലേ. ശരിക്കും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്? ഇത്രയും ഇതിലോട്ട് എന്തായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്സ് വരും നമുക്കറിയാമെങ്കിലും ഇത്രത്തോളം നെഗറ്റീവ് ആകുന്നൊരു തോട്ട് ഉണ്ടായിരുന്നോ മനസ്സിൽ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം ഇത്ര ഇത് റീച്ച് ആയതുകൊണ്ടാണ് ഇത്ര ഇത് വന്നത്. ഇതിലേറെ മോശമായിട്ട് പാടുന്ന പോലെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നിങ്ങളുടെ മോശമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിപ്പോൾ നമ്മളിപ്പോൾ ലൈവ് കേൾക്കുന്നത് ഇപ്പം ഞാൻ കേട്ടതുപോലെയും അല്ല ചിലപ്പോൾ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ ഇത്. അത് വന്നപ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണല്ലോ, അത് വേറെ കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നല്ലോ ഇങ്ങനെ പാട്ടുകൾ കോർത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ട് ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ കാണിച്ചപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും ഓക്കെ ആയിരുന്നു, പോസിറ്റീവ് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ വരുന്നു. ഓക്കെ. ഇത് ഇട്ടിട്ട് ഫസ്റ്റ് നെഗറ്റീവ്സ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല കമന്റ്സ്? ഇല്ല, നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇത്രയും കമന്റും വ്യൂസും കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങളതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. കമന്റ്സ് വരിക, ട്രോൾ ചെയ്യേ, കാരണം നമുക്ക് ഇങ്ങനെ നിർത്തുന്ന വിചാരിച്ചല്ല. ഒരു 5K ഒക്കെ നമ്മൾ മാക്സിമം പ്രതീക്ഷിച്ചിട്ടുള്ളൂ വ്യൂസൊക്കെ. കാര്യം മനസ്സിലായി, അടിച്ചു കയറാല്ലേ. രാവിലെ തന്നെ എനിക്ക് ആ പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് സെക്ഷൻ ഓഫ് ആക്കണോ, കുറച്ച് നെഗറ്റീവ് കമന്റ്സാ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓള് ഓക്കെ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓള് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? നിങ്ങൾ 3 പേരും ഫ്രണ്ട്സ് ആണോ എന്താന്നുള്ളത്? എന്റെ അനിയനാണ്, സ്വന്തം അനിയൻ. സ്വന്തം അനിയൻ. ഓക്കെ. ഫ്രണ്ട്സ് ആണ്. ആ പെൺകുട്ടി ഫ്രണ്ടാണ്. പേരെന്താ ആളുടെ? റഫ്സാനക്കാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് വന്നത്. ഈ ഒരു ജനറേഷനിൽ ഒരു പാട്ടൊക്കെ പാടി ഇട്ടതിന്റെ പുറത്ത് ഇത്രയും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആളുടെ ഒരു ഇമോഷൻ സ്റ്റേജ് എന്താ ഇപ്പോ? ഓക്കെ ആയി തുടങ്ങി. ഭയങ്കര ഡൗൺ ആയിരുന്നല്ലേ? അതെ, ഇപ്പോ കുറെ പോസിറ്റീവായിട്ട് കുറെ ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഓക്കെ. ആക്ച്വലി ഈ ഇന്റർവ്യൂ കാണുന്നവരുടെ തടോ ഞാൻ ഫസ്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യം എന്നോട് പറഞ്ഞ കാര്യം എന്തായിരിക്കും ചോദ്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എന്നോടും പറഞ്ഞത്. ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ കണ്ടു, മെസ്സേജ് അയച്ചു, കോണ്ടാക്ട് നമ്പർ തന്നു, ഞാൻ വിളിച്ച് ആദ്യം എന്നോട് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്, വേറെ എന്തെങ്കിലുമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അതെനിക്ക് ഷോക്കായി പോയി. അപ്പം ഞാൻ അയ്യോ ഇതെന്താ ഇതെന്തപ്പോൾ ഞാൻ പറയണ്ടേ, അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് ഇട്ടിട്ട് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് അവരെങ്ങനെ ചിന്തിക്കുന്നത്. ആ കുട്ടിയുടെ ബാക്കി മെസ്സേജ് ആയിട്ടാണോ, എന്താണ് ആ കുട്ടിക്ക് വന്ന ബുദ്ധിമുട്ട്? എന്താ മെസ്സേജ് ആയിട്ടും കുറെ സെൽഫ് മെസ്സേജ് ആയിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മെസ്സേജ് ഒക്കെ അയച്ചിട്ട് കളിയാക്കാണോ? കളിയാക്കലായിരുന്നു. ഓക്കെ. എന്താ ശരിക്കും ആൾക്കാർക്ക് എന്തായിരുന്നു പ്രശ്നം? പാട്ട് നിങ്ങൾ പാടുന്നുണ്ട്, കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, എന്തായിരുന്നു കുഴപ്പം ശരിക്കും? സംഭവം ഓൾഡ് സോങ്സ് ആണ്, പിന്നെ മേശപ്പ് മാതിരി ആയി, അങ്ങനെയൊക്കെ. ഇതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരും പറയണത് ഇതൊരു സിനിമ സോങ് ആണല്ലോ, ഇത് ഒരു ആൽബത്തിന്റെ ടച്ച് കിട്ടി. ഓ, ആൽബം സോങ് പോലെ ആക്കി എന്നുള്ളതാണ്. ഓക്കെ. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അടുത്ത കവർ സോങ് എപ്പം പെട്ടെന്നുണ്ടാവും? ചെയ്യും, അടുത്ത ഉടനെ വരുന്നുണ്ട്. ഓ, പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു? അത് താമസിപ്പിക്കണ്ട, വേഗം ആക്കിക്കോ. ഉടനെ തന്നെ ആക്കുന്നതല്ലേ നല്ലത് അല്ലേ? നമുക്കിപ്പോൾ ഈ ഒരു സാധനം നിൽക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി പാട്ട് മാഷപ്പോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സാധനം വന്നു കഴിയുമ്പോൾ തന്നെ തീരാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആണല്ലോ, സൈബർ ബുള്ളിങ് വന്നും പോയി നിൽക്കും. ഇന്നിപ്പോൾ നിങ്ങൾ നാളെ വേറെ ടോപ്പിക് കിട്ടി ആ ടോപ്പിക്കിനെ പുറകെ പോകും, അത്രയേ ഉള്ളൂ. ഇത് നെഗറ്റീവ്സ് ആയതിനു ശേഷം വീട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളെ വീട്ടിൽ ഓക്കെ ആയിരുന്നു. നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല, ഫുൾ സപ്പോർട്ടാണ്. വീഡിയോ എന്തിനാണ് ഡിലീറ്റ് ആക്കിയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കും എന്തിനാ വീഡിയോ ഡിലീറ്റ് ആക്കിയത് നിങ്ങൾ? ശരിക്കും ഇവള് ഇതിങ്ങനെ പറഞ്ഞോണ്ട് പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ആക്കിയത്. ഇപ്പൊ അർച്ചീവിലാണ്, അറിയില്ല. ഞോളെ പിന്നെടുക്കും. ഞാൻ ഉച്ചക്ക് തന്നെ അറിഞ്ഞിക്കണ്
യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വന്നിക്ക്. അപ്പോൾ അത് ക്ലിക്കായാൽ ഇങ്ങനെ റീലായിട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. വെറുപ്പായി പേരുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ഞാൻ ഉറപ്പായിരുന്നു പിറ്റേ ദിവസം ഇനി ഒരുവിധം എല്ലാ പേജും ഇവിടെ ഉണ്ടാകുന്നു. അതിൽ വിക്കിതങ്ങിൻ്റെ വീഡിയോയിൽ കൂടുതൽ നെഗറ്റീവായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ 2026 ആയിരുന്നില്ല ആ ഒരു ടോ. ഒക്കെ ട്രോൾ തന്നെ. പിന്നെ ഏതൊരു 2 വീഡിയോയിലൊക്കെ ഓളം മുഖം വന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ആൾക്കാണ് ഏറ്റവും ഇഷ്യൂ ഉണ്ടായത്. ആളെന്താ ചെയ്യുന്നത്? ആള് അക്കൗണ്ടന്റ് ആണ്. ഞാൻ വർക്ക് ചെയ്യാണ്, ചിക്കൻ്റെ വർക്ക്. ഞാൻ ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അക്കൗണ്ടിങ് ഡിഗ്രി കഴിഞ്ഞു, അക്കൗണ്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞിരിക്കാം. ഫവാസിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആരാ? അപ്പോൾ എനിക്ക് വൈഫായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വൈഫാണോ പാടാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചാള്? അതെ, അങ്ങനെ പറയും. പിന്നെ പാടണം, ചിലപ്പോൾ സെറ്റ് ആയാലോ. ഇഷ്ടമാണ് ഫവാസ് പാടുന്ന, വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. ഫവാസിനെ കണ്ടാൽ പറയത്തില്ല കല്യാണം കഴിച്ചാണെന്ന്. ഒരു കുട്ടിയൊക്കെ ഉണ്ട്. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? കുട്ടിക്ക് 3 വയസ്സ്. ഫവാസിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 27. 27. ഓക്കെ, കണ്ടപ്പോൾ ഭയങ്കര ചെറുപ്പം കേട്ടോ. സന്തൂർ ഡാഡി എന്നൊക്കെ പറയാം ഭാവിയിൽ. കുഞ്ഞിനെ സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ അല്ലേ കണ്ടാ പറയൂല്ലോ, തീരെ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ആ ഒരു ഇതേ പറയുള്ളൂ. ഓക്കെ, വൈഫിന് പാട്ട് പാടി കൊടുക്കാറുണ്ട്? വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെറുതെ പാട്ട് പാടും. വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, വേറെ ടാലൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറയാനില്ല? പാട്ട് തന്നെയാണ് മെയിൻ പരിപാടി, പാട്ട് പാടുന്നതാണ് മെയിൻ. സ്കൂളിലൊക്കെ മത്സരിക്കുമായിരുന്നോ പാട്ടിനൊക്കെ? ഏതിനൊക്കെ ആയിരുന്നു? അതായത് മാപ്പിളപ്പാട്ടിനൊക്കെ. മാപ്പിളപ്പാട്ട് പാടുമോ? പാടലുണ്ട്. കഴിയുന്ന മുന്നേ പാടിത്തരുമോ? ഇപ്പൊ പാടാൻ പറ്റുമോ? കുറച്ച് പാടിയാ മതിയോ? ഇവരുടെ പാട്ടിന് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടാക്കി കളഞ്ഞല്ലോ എന്നുള്ളത്. നമുക്ക് മാപ്പിളപ്പാട്ട് തന്നെ പാടാം. പാടിക്കോ. വിദിത്ത പോദതി ചിടമുണ്ട മടവരെ ബിടുത്തതായി യസീദുടെ മുനമിലെ ഭഗുത്തിസക്കിന ബിബിരുത്തിയനയൊരു മികത്ത കനവതിനാൽ കനിവെടെ വിധമതും അതിശയമതിലൊരു പുരയനം വെളുത്ത മുത്തതിനാൽ വിദിത്ത പോദതി ചിതമുട മടവരെ ബിടുത്തതായി യസീദുടെ മുനമിലെ ഭഗുത്തിസക്കിന ബിബിരുത്തിയനയൊരു മികത്ത കനവതിനാൽ കനിവെടെ ബിധമതും അതിശയമതിലൊരു പുരയനം വെളുത്ത മുത്തതിനാൽ. ഇത് രസമുണ്ടല്ലോ, എനിക്കിഷ്ടായി, നന്നായിട്ടുണ്ടല്ലേ. കണ്ടോ, ശരിക്കും മറ്റേ സിനിമാ പാട്ട് മാപ്പിളപ്പാട്ടാക്കി എന്ന് പറഞ്ഞ് കളിയാക്കി. മാപ്പിളപ്പാട്ട് ഇത്രയും ടഫായിട്ടുള്ള ലിറിക്സ് ഒക്കെ ഇത്ര അടിപൊളിയായിട്ടാ പാടിയേ. അത് രസമുണ്ട്, കൊള്ളാം, എനിക്കിഷ്ടായി. ഇതെങ്ങനെ പഠിക്കുന്ന ഭയങ്കര പാടല്ലേ? ഇതിനർത്ഥമൊക്കെ അറിയോ? ഇതെങ്ങനെ പഠിച്ച? എഴുതി നോക്കി? ഓക്കെ, എന്തൊക്കെയാ സ്കൂളിൽ മത്സരിച്ചോണ്ടിരുന്നത്? മാപ്പിളപ്പാട്ട് അതേമാതിരി ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി മദ്രസയിലെ അങ്ങനെ കുറെ പാടിയിട്ടുണ്ട്. ഇതിലൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? റേഞ്ച് വിഭാഗമൊക്കെ പോയിട്ടുണ്ട്. ഓ, അടിപൊളി. അടുത്ത ആളോ? അനിയനോ? ഓനും പോയിട്ടുണ്ട്. ഓനിപ്പോഴും പോകുന്നുണ്ടോ? ഇപ്പോഴും മദ്രസ അല്ല, സ്കൂളിലൊക്കെ മത്സരിക്കാൻ പാടാൻ ഇപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ ആളുടെ എന്തൊക്കെയാ മെയിൻ ഐറ്റം? മാപ്പിളപ്പാട്ട്. പിന്നെ ശരിക്കും ആളുടെ അനിയന്റെ ഒരു പാട്ട് കേൾക്കേണ്ടതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന ആൾക്കാണ്. ഇത്രയും പേരും നെഗറ്റീവ്സ് പറയുന്ന ഒരു വീഡിയോക്കകത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് വരിക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? നോക്കി പാടിയാ മതി. പിന്നെ എന്താ? വീട്ടിലാരൊക്കെ ഉള്ളത്? ഫവാസിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, 2 അനിയന്മാര്. ഓ, ചേട്ടനാണ് കൂട്ടത്തില്. അനിയന്മാർ എന്ത് പറഞ്ഞു? സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാൻ പ്രായമായ ആൾക്കാരാണോ? അവരെന്താ പറഞ്ഞേ? ഇല്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല, ഫുൾ പോസിറ്റീവ് തന്നെ. വീട്ടിൽ നിന്നൊക്കെ ഫുൾ പോസിറ്റീവ് തന്നെ. നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ, ഉപ്പ, പെങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്ത് തരത്തില്ലേ ഈ ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോ? അങ്ങനെ ഇഷ്ടം പോലെ എക്സ്പ്രഷൻ. അയ്യോ, ഇഷ്ടം പോലെ ചെയ്ത് തന്നെ ചെയ്യുമ്പോ പിരാന്ത് വരും. ഇതൊക്കെ ഞാൻ കണ്ടുടാന്ന് പറഞ്ഞിട്ട് പിന്നെ അയക്കൂ. പഴയ ചിലപ്പോ മിണ്ടാതൊക്കെ ആയിട്ടുള്ളവർക്ക്. സത്യം കുറെ ഓൾഡ് ഫ്രണ്ട്സിന് കിട്ടിയിട്ടോ ഇതിന്. 10ാം ക്ലാസ്സിൽ പഠിച്ചവര് വരെ മെസ്സേജ് അയച്ചു. അതായിരുന്നു നമ്മുടെ ഗുണം. പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ കിട്ടിയെന്ന്. നിങ്ങൾ എക്സ് കാമുകികൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരണമല്ലോ. ഭാര്യ കണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നായിരുന്നോ? മറുപടി ഇല്ല. ഓക്കെ, പാട്ടിലേക്ക് പോവാം.
മുശിരിക്ക് തുരുത്തിയ നബി അവരെ മുർസലിലാദരവായവരെ മഹിഷറയിൽ തണലായവരെ മന്നാൻ പുകഴ്ந்த സഫിയുള്ള പതിമക്ക തണനുള്ള നൂറുള്ള പെരിയോന്റെ ആറ്റൽ ഹബീബുള്ള മശിരിക്ക് മഹിയായി മന്നാനയച്ച റസൂലുള്ള. കൊള്ളാം, നല്ല സൗണ്ടാണ് കേട്ടോ, നല്ല സൗണ്ടാണ്. ശരിക്കും മ്യൂസിക്കിൽ കുറച്ചുകൂടെ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. നമുക്ക് ഈ പറഞ്ഞവരൊക്കെ ഇങ്ങനെ വാ അടപ്പിക്കാം. നല്ലപോലെ പാടുന്നുണ്ട്, രസമുണ്ട്. ഫവാസിന്റെ സിംഗിൾ സോങ് ഉണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ രണ്ടുപേരും മാത്രം പാടിപ്പിച്ചു കഴിഞ്ഞാൽ ഫവാസിന് ഫാൻസ് ഉണ്ടെങ്കിൽ ഈശ്വര ഞാൻ എങ്ങനെ വീട്ടിൽ പോവും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം വൈഫായിരിക്കും എൻ്റെ തന്നിട്ട് എൻ്റെ ഫവാസിനെ കൊണ്ട് പാടിപ്പിക്കാൻ ഞാൻ ചോദിക്കുക. അതുകൊണ്ട് സിംഗിൾ സോങ് മസ്റ്റാണ്. ഫവാസ് ലാസ്റ്റ് പാടണം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ട് സൗണ്ട് വേറെ റെക്കോർഡ് ചെയ്തിരിക്കുകയല്ലേ? അതപ്പോൾ എങ്ങനെയാ ചെയ്തേ? ഫോണിൽ റെക്കോർഡ് ചെയ്താൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ നിങ്ങളിതിന് അത്ര എഫേർട്ട് ഇട്ടു? കുറേ ടൈം എടുത്തിട്ട് ചെയ്താണ് സത്യം പറഞ്ഞാൽ. ഈ ശരി എത്ര ദിവസം എടുത്തത്? എൻ്റെ അതായത് പാട്ട് നിങ്ങൾ പഠിക്കാൻ, പിന്നെ നിങ്ങളിത് കണക്ട് ചെയ്യണമല്ലോ, ഈ പാട്ട് കഴിയുമ്പോൾ ഈ പാട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ എല്ലാത്തിനും എത്ര സമയം എടുത്തു? ഒരു മാസം എടുത്തിട്ടുണ്ടാവും. കാരണം ഇത് വലിയ പണിയൊന്നുമില്ല. കാരണം എല്ലാവരും പണിക്കുതിനും പോണോണ്ട് ഒരാൾ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല, ഒരാൾ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല, അങ്ങനെയാണ്. ലാസ്റ്റ് എല്ലാവരും കൂടി കിട്ടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേറെ പോകണം. അന്നും ഇതേമാതിരി എല്ലാവരും സമയം നോക്കണം. പിന്നെ എഡിറ്റിങ്ങിനായാലും ഒരു മാസത്തെ ഇവരുടെ കഷ്ടപ്പാടാണ്. മറ്റേ എന്താ പറയാ, കുറച്ച് കമന്റ്സ് ഇട്ടിട്ട് നിങ്ങൾ തളർത്തി കളഞ്ഞത് ഇവരെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ വന്നിട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഒറിജിനൽ സോങ്ങിന്റെ തന്നെ എടുത്തിട്ട് കണക്ട് ചെയ്തു. ദെൻ വീഡിയോ എടുത്തു. ഓക്കെ, കൊള്ളാം, അടിപൊളി. അപ്പൊ വീഡിയോ എടുക്കാൻ നേരത്തും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നോ? സെപ്പറേറ്റ് എടുത്താണോ? ഒരുമിച്ച് തന്നെ. ഓക്കെ, ഇത് ശരിക്കും ഇത് നിങ്ങളുടെ കൂട്ടത്തിലൊരു ലീഡർ വേണ്ടേ ഇങ്ങനെ പുഷ് ചെയ്യാൻ? നമുക്കിത് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം എടുക്കണം, നമുക്ക് ഇന്ന് എടുക്കണം. ഇപ്പം എല്ലാവരെയും കൊണ്ടുപോകാൻ ഒരാൾ വേണമല്ലോ. അതാരാ നിങ്ങളുടെ കൂട്ടത്തിൽ? നീ തന്നെയാണ്. ഓക്കെ, നമ്മളാണ് വാടാ ചെയ്യാടാന്ന് പറഞ്ഞ് വിളിച്ചിവരെ ഇങ്ങനെ ആക്കിയത്. പാവുണ്ട്. ഓക്കെ, ഫൈൻ, മനസ്സിലായി. ഈ പാട്ടുകൾ കണ്ടുപിടിച്ചാരാ? ഈ പാട്ട് കഴിഞ്ഞിട്ട് ഈ പാട്ട് മതി അങ്ങനെ തീരുമാനിച്ചാരാ? ഒരു റീൽസ് മാതിരി കിട്ടിയതായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഓൾറെഡി കണ്ടതിനകത്ത് നിങ്ങൾ എടുത്തിട്ട് ഇൻസ്പയർഡ് ആക്കി ചേഞ്ചസ് വരുത്തിയതാണ്. പക്ഷെ ആക്ച്വലി ഇപ്പം പാട്ടിന് ഇപ്പോൾ കുറെ കംപ്ലൈൻസ് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടത് അന്നു രണ്ടോടെ റിപ്പീറ്റ് ഇപ്പോൾ നോക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതാ കണക്ഷൻ കറക്റ്റ് ആട്ടോ. ഇപ്പം ഞങ്ങളിങ്ങനെ ആകാശം അത് പാടി വരുമ്പോൾ കറക്റ്റ് അവിടെ എത്തുമ്പം അതിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് 2-3 കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഇതിൽ വരും. നിങ്ങൾ എത്ര വട്ടം വീഡിയോ കണ്ടിട്ടുണ്ടാവും? 10 വട്ടേ ഉള്ളൂ. പലരും പല അതായത് ട്രോൾ ഉദ്ദേശിച്ചാട്ടോ പറയുന്നത്. ട്രോളൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ എല്ലാരും ഇങ്ങനെ വിട്ടുതരുമ്പോ ഇങ്ങനെ കാണുന്നു. പിന്നെ ലാസ്റ്റ് കേട്ട് ഞമ്മക്ക് തന്നെ പിരാന്ത് വരും. പിന്നെ ഫോൺ എടുക്കാതില്ല, ഫോൺ ഓണാക്കാതെ നെറ്റ് ഓണാക്കാതാക്കിയത്. നിങ്ങൾക്ക് പേഴ്സണലി ഫോളോവേഴ്സ് ഒക്കെ കൂടിയോ? ഫോളോവേഴ്സിലൊക്കെ അനക്കം വെച്ചു. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ മെസ്സേജിൽ വന്ന് കുറെ ആൾക്കാര് പാട്ടിന്റെ ഫുള്ള് ചോദിച്ചിരുന്നു, അടിപൊളിയാണ് ഇനി പാടണം എന്ന് പറയുന്നു. കുറെ സെൽഫായിട്ട് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കമന്റ് എന്താ? വീഡിയോ പിന്നെ എന്റെ കാര്യം പറയാം, ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് ഭയങ്കര സങ്കടമായി. പോട്ടെ, നമ്മളിനിയും ചെയ്യൂലോ, വേറെ ചെയ്യൂലോ. പോട്ടെ, എന്താ പറയാ, നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഒക്കെ വരുമ്പോൾ സെറ്റ് ആവും, കുഴപ്പമില്ല. കമന്റ്സ് എന്തായിരുന്നു? കമന്റ്സ് ഫുൾ റിപ്പീറ്റ് ആണ്. തെറി തന്നെ. തെറി ഉണ്ടായിരുന്നോ? തെറിയൊന്നും ഞാൻ അത്രയും ഞാൻ എത്തിയില്ല. കുറെ കളിയാക്കുന്ന പോലത്തെ കണ്ടു. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും റിപ്ലൈ കൊടുത്തോ? കമന്റ്സിന് റിപ്ലൈ ചെയ്തോ പേഴ്സണലി? വല്ല മെസ്സേജ് അയക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? കമന്റ് ബോക്സിൽ തന്നെ ചില റിപ്ലൈ കൊടുക്കും. കമന്റ് ബോക്സ് തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. ആർക്കും അയച്ചിട്ടൊന്നുമില്ല. ഈ റിയാക്ഷൻ വീഡിയോ, ട്രോൾ വീഡിയോ ചെയ്ത ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ അവരോട് പേഴ്സണലി ചോദിക്കുന്നതിലും ചെയ്തിട്ടുണ്ടോ? വിക്കി തകിന്റെ അങ്ങനെ ഏതെങ്കിലും? പറഞ്ഞു, അവർ ചെയ്തു തന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്താ വിഷമം വന്ന കമന്റ് എന്താ? അങ്ങനെ ചോദിച്ചാ ഞമ്മക്ക് വിഷയമല്ല കമന്റുകളൊന്നും. ഓൾക്കെതിരെ വന്ന കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് ഞമ്മക്ക് അപ്പൊ ശരിക്കും ആൾക്ക് എന്ത് പറഞ്ഞിട്ടാണ് ആ കുട്ടി എന്തായിരുന്നു ആൾക്കെതിരെ വന്ന മെയിൻ? അത് നമ്മളും കണ്ടിട്ടില്ല. ഓള്
കറണ്ടപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി. വിഷമായി. ഓക്കെ, ഇവിടെ പിന്നെ ഒന്നും ചോദിക്കാനില്ലല്ലോ, നെഗറ്റീവ് കമന്റ് ഒന്നും ചോദിക്കാനില്ലല്ലോ. ഓക്കെ ആണിതല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അനു ചേച്ചിയുടെ കമന്റ് കണ്ടായിരുന്നു, മറ്റേ അനുമോളുടെ ബിഗ് ബോസിലെ വിന്നറുടെ സപ്പോർട്ട് ചെയ്തിട്ട്. അത് നിങ്ങൾക്കൊരു പവർ ആയിരുന്നു അല്ലേ? അത് എക്സ്പെക്ട് ചെയ്തായിരുന്നോ? സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഏതെങ്കിലും വേറെ സെലിബ്രിറ്റീസ് ഒക്കെ ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അനു ചേച്ചി അല്ലാതെ? അതായത് കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട് കുറെ സെലിബ്രിറ്റീസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെന്ത് വേണം, അതുപോലെ നമ്മുടെ മുമ്പോട്ട് പോകാനുള്ള ഫ്യൂലായിട്ട് നമുക്ക് ഫവാസിന്റെ ഒരു പാട്ട് വെക്കാം. അരികയാരോ എൻ മുന്നിൽ വന്നോരാകാശവാർത്തിങ്കളോ അറിയുകില്ലേ, നീ കേൾക്കാനായി പാടുന്നോരൻ മാനസം, പാടുമൊരു പാട്ടിലാകെ തേൻ പൊഴിയും ആത്മരാഗം, എന്നിലൊഴുകി നിന്നിലൊഴുകി കുഞ്ഞു പുഴയായി അരികയാരോ. മതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ടു ബി കണ്ടിന്യൂ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പാട്ടിലും ഇപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോയിലും. ആദ്യം വെച്ചത് എന്തുകൊണ്ടാ ഈ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നുള്ള പ്ലാനിൽ? ഇതിനൊരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അത് വെച്ചിട്ട് എല്ലാരും കമന്റ് ബോക്സിൽ അതിന് ഇതാക്കിയിട്ടാണ് നമ്മള് നിങ്ങൾ ഇതിന് സെക്കൻഡ് പാർട്ടിന് ശരിക്കും ചെയ്യുന്നുണ്ടോ? വേറെ ഇതിന് നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നില്ല. ശരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്ത് എന്തുകൊണ്ടാ? ഇത്രയും കമന്റ്സ് വന്നപ്പം ആ വീഡിയോ എവിടെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ പേടിച്ചോ അങ്ങനത്തെ ഒരു ഇതില് എല്ലാരും മെസ്സേജ് അയക്കാനും കമന്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് വൈകുന്നേരം തന്നെ ഒഴിവായിക്കണം. അതിന്റെ മുമ്പ് പറഞ്ഞതാണ് ഈ 2 മില്യൺ അടിച്ചാനായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് 2 മില്യൺ കയറിയത്. 12 മണിക്കൂർ കൊണ്ട് പാര് കയറിയായിരുന്നു. അമ്മ, അപ്പൊ അത് ശരിക്കും പോയായിരുന്നു നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. സത്യം പറഞ്ഞത് ചെയ്യണ്ടായിരുന്നു. നിങ്ങളത് ആർക്കൈവിൽ തിരിച്ച് മാറ്റിട്ടോ. കാര്യം ഇപ്പൊ ആൾക്കാർ ഇത് മറന്നിട്ടുണ്ടാവും. മേ ബി നമ്മൾ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർ ഇത് മറന്നിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ കണ്ടവർ എന്തായാലും കണ്ടു, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റൂല. അപ്പൊ ഇപ്പൊ 2 മില്യൺ ഒക്കെ കയറിയ സാധനം ചിലപ്പം ഒരു നെഗറ്റീവായിട്ട് വന്ന സാധനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് മാറാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, അഹാന കൃഷ്ണ പോലത്തെ സെലിബ്രിറ്റി വലിയ ആക്ട്രസസിന് വരെ സൈബർ ബുള്ളിങ് വന്നിട്ട് അവർക്ക് അതിന് വീഡിയോസൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. അപ്പോൾ നിങ്ങളത് അർക്കീവ് ചെയ്തത് മാറ്റാം, നമുക്കത് പിന്നെയും മുന്നോട്ട് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതിനകത്ത് ആളില്ല, മൂന്നാമത്തെ ആളില്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ആവശ്യമില്ലല്ലോ, നമുക്കല്ലേ കിട്ടിയത്. അതുകൊണ്ട് നിർത്താനാണോ? അതുകൊണ്ടാണ് നിർത്താഞ്ഞേ? അശോ, നമ്മൾ സത്യം പറഞ്ഞ രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോഴും നെഗറ്റീവ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിൽ ഒരുവിധം എല്ലാം പോസിറ്റീവായി. നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് സ്ക്രോൾ ചെയ്യുമായിരുന്നു, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ, കമന്റ്സ്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. എൻ്റെ അമ്മേ, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇന്റർവ്യൂവിന് മെസ്സേജ് ചെയ്തോ? ഇന്റർവ്യൂ ആയിട്ടും അതേമാതിരി സോങ് ഇതാക്കാനായിട്ടും കുറെ ആൾക്കാർ വിളിച്ചിരുന്നു, സ്റ്റുഡിയോന്റെ ഇതിനായിട്ടും ഒക്കെ വിളിച്ചിരുന്നു. ഓ, കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത്രയൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി ഒരു റീൽ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കൂടുതൽ നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു, ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു. ആ കുട്ടിയും കൂടെ പെൺകുട്ടിയും കൂടെ ചേർത്തിട്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യുക. ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടെങ്കിൽ, ആ കുട്ടിയെ നെഗറ്റീവ് പറഞ്ഞ് ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ കവർ സോങ്സ് കാണാം, നല്ല കവർ സോങ്സ് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളോട് ഇങ്ങനെ ഇത്രയും ഭയങ്കര മോശമായിട്ട് തെറിയൊക്കെ പറഞ്ഞോട് എന്താ പറയാനുള്ളത്? അതുകൂടെ പറയാം. സ്നേഹം മാത്രം, വേറൊന്നുമില്ല. ഫവാസിന് എന്താ പറയാനുണ്ടായിരുന്നു? നീ സ്നേഹം മാത്രം പറഞ്ഞപ്പോൾ ഫവാസ് അതങ്ങ് വിഴുങ്ങി. എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെ എത്തൂല. കുറെ ട്രോളും പിന്നെ ഈ കമന്റ് ബോക്സ് ഇത്രയും എത്ര 7,000 മുകളിൽ കമന്റ്സ് ഉണ്ട്, 7,000 മുകളിൽ കമന്റ്സ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ മില്യൺ അടിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു. 5,000 വ്യൂ പ്രതീക്ഷ ചെയ്ത വീഡിയോയിൽ 7,000 മേളിൽ കമന്റ്സ്. നിങ്ങളിപ്പോ പുറത്തിറങ്ങുമ്പോ തിരിച്ചറിയുന്നുണ്ടോ ഈ വീഡിയോ ചെയ്താൽ? അതുകൊണ്ട് എനിക്ക് ഇതിന്റെ എക്സ്പ്രഷൻ കാണുമ്പോഴാ എഡിറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ഇതിന്റെ എക്സ്പ്രഷൻസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കണം. ഒറ്റക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ ഒറ്റക്ക് പോകുമ്പോ പിന്നെ പെട്ടെന്ന് മനസ്സിലാവണില്ല. പക്ഷെ ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒന്നിലൊരു ഇവനോട് കാണുമ്പോ ഓക്കെ പൂർത്തിയായി.
ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടുതൽ വീഡിയോസ് വരട്ടെ. മ്യൂസിക് അവേഴ്സ് ആണെങ്കിലും അല്ലാതെ ഒറ്റയ്ക്ക് പാടുന്നതും മാഷപ്പ് ഈ പറഞ്ഞ പോലെ ട്രെൻഡ് മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. ആൾക്കാരോ ഇപ്പോഴത്തെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ഇന്നത്തെ ട്രെൻഡ് അല്ലല്ലോ നാളത്തെ ട്രെൻഡ്. അത് തന്നെയുള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന രീതി ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന രീതി, ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യമാണത്. ഈ ഒരു രീതിയിലല്ലാതെ ഒരാളൊരു ട്രെൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫോഴ്സ്ഡ് ആണ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഓൾഡായി. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് നല്ല നല്ല പാട്ടൊക്കെ വേറെ രീതിയിലൊക്കെ ചെയ്ത് വരണം, അടിപൊളിയായിട്ട് മുന്നോട്ട് വരണം. എന്തായാലും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ചില ആൾക്കാർക്ക് ഫാമിലിയിൽ നിന്ന് ഒട്ടും സപ്പോർട്ട് ഉണ്ടാവില്ല. വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വീട്ടിലും കൂടെ തീർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നായിരിക്കും. ഇവിടെ ഇപ്പം അതില്ലല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്ത് വാ. ഞാൻ ശരിക്കും ഒരു കാര്യം പറഞ്ഞാൽ തോന്നരുത്, നിങ്ങൾക്ക് ശരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വോയിസും ടോണും ആണ് കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ പഴയ ആൽബം സോങ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം ഒരുപാട് നല്ല നല്ല ആൽബം സോങ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ പാട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് റീക്രിയേഷൻ നടത്തി നോക്കിയാൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് ഹിറ്റ് അടിക്കും. അപ്പോൾ അതും കൂടെ സജഷൻ ആയിട്ടൊന്ന് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. കാര്യം ആ മാപ്പിളപ്പാട്ട് പാടിയ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് പാടിയപ്പം ശരിക്കും ആ ഒരു ടോൺ വരുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അത് പാടുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാവും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.